ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും മാർക്കറ്റ് അപ്ഡേറ്റ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. തുടർച്ചയായിട്ടുള്ള ഒരു മൂന്നാം ദിവസവും ഗെയിനിൻ്റെ സെഷനായിരുന്നു നിഫ്റ്റിയിലുണ്ടായിരുന്നത്. ഇന്ന് ഏകദേശം 94 പോയിൻറ്റ്സിനടുത്തുള്ള ഒരു ഗെയിനായിരുന്നു നിഫ്റ്റിയിൽ റിപ്പോർട്ട് ചെയ്തത്. ടാറ്റ മോട്ടോഴ്സ്, ടാറ്റ സ്റ്റീൽ, HDFC ലൈഫ്, SBI, അദാനി പോർട്സ് ഇവരായിരുന്നു നിഫ്റ്റിയുടെ ടോപ്പ് പെർഫോമിംഗ് സ്റ്റോക്സ് ആയിട്ടും നിന്നിട്ടുണ്ടായിരുന്നത്. സെക്ടറൽ വൈസ് മാർക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ മെറ്റൽ, അതേ തുടർന്ന് ബാങ്കിങ് സെക്ടറായിരുന്നു ഏറ്റവും കൂടുതൽ ഗെയിൻ ഇന്ന് നേടിയത്. അതുപോലെ തന്നെ മീഡിയ, ഫാർമ, IT ഇവരായിരുന്നു ലോസിംഗ് സൈഡിൽ നിന്നിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ നിഫ്റ്റിയുടെ ഒരു ഡെയിലി ചാർട്ടിലേക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ലൊരു റിക്കവറിക്ക് ശേഷം, നല്ലൊരു ഗെയിൻ കൊടുത്തതിന് ശേഷം ഇപ്പോൾ ഈ ഒരു ഹൈ റേഞ്ചിൽ മാർക്കറ്റ് ഒന്ന് ടയേർഡ് ആകുന്നത് പോലെ കാണുന്നുണ്ട്. പുതിയ ഹൈയിലേക്ക് പോകുന്നവരും മാർക്കറ്റ് ഒന്ന് ഫിയർ ആവുന്നു എന്നാണ് കാണാനുള്ളത്. ഇന്നത്തെ മാർക്കറ്റ് ശ്രദ്ധിച്ചു കഴിഞ്ഞാലും ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നുവെങ്കിലും പിന്നീട് അതിനെ ബ്രേക്ക് ചെയ്ത് ആ ഒരു ഓപ്പണിംഗ് പ്രൈസിനെ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകാൻ സാധിച്ചിട്ടില്ല. പിന്നീട് മാർക്കറ്റ് ഒരു ഡിക്ലൈനിലേക്കായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അതുമാത്രമല്ല, ഇന്ന് ഫോം ചെയ്തൊരു പാറ്റേൺ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു ഹാങ്ങിങ് മാൻ പോലത്തെ ഒരു പാറ്റേൺ ഫോർമേഷനാണ് നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ടിൽ നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വാർണിംഗ്, ഒരു റിവേഴ്സൽ പോലത്തെ ഒരു വാർണിംഗ് സിമ്പിൾ ഇപ്പോഴും നമ്മൾക്ക് മാർക്കറ്റിൽ തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് 12,792 ഈ ഒരു ക്യാൻഡിലിൻ്റെ ലോയിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺ ട്രെൻഡിനുള്ള ഒരു കൺഫർമേഷൻ നമ്മൾക്ക് നിഫ്റ്റിയിൽ വരുന്നതായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു നല്ലൊരു സപ്പോർട്ട് സോണായിട്ട് നിഫ്റ്റിയിൽ നിലനിൽക്കുന്ന 12,600 റേഞ്ചുകളാണ് സപ്പോർട്ടുകളായിട്ട് നിഫ്റ്റിക്ക് നിലനിൽക്കുന്നത്. ഇനി അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട വേറൊരു വിഷയം, നമ്മൾക്ക് റിസൾട്ടിൻ്റെ ഈ ഒരു Q2 റിസൾട്ടിൻ്റെ ഇമ്പാക്റ്റുകളെല്ലാം ഇപ്പോൾ മാർക്കറ്റിൽ നിന്നും ഏകദേശം മാറിയിരിക്കുകയാണ്. ഏകദേശം എല്ലാ കമ്പനികളും തന്നെ റിസൾട്ട് സീസണൊക്കെ അനൗൺസ് ചെയ്ത് കഴിഞ്ഞു. ഇനി വളരെ കുറച്ച് കമ്പനികൾ മാത്രമാണ് റിസൾട്ടുകൾ അനൗൺസ് ചെയ്യാനുള്ളത്. അതുകൊണ്ട് തന്നെ റിസൾട്ടിൻ്റെ ഇമ്പാക്റ്റുകൾ നമുക്കിനി ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം അധികം പ്രതീക്ഷിക്കേണ്ടതില്ല. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റിൻ്റെ കണ്ടീഷൻസും അതുപോലെ തന്നെ ന്യൂസുകളൊക്കെ ആയിരിക്കും മാർക്കറ്റിനെ ഡ്രൈവ് ചെയ്യാനായിട്ട് നിലനിൽക്കുന്നത്. ഇനി അടുത്തായിട്ട് നമ്മൾ ബാങ്ക് നിഫ്റ്റിൻ്റെ ഒരു ചാർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിയിലും ഒരു നല്ലൊരു ബുള്ളിഷ് സിഗ്നലാണ് ഇന്ന് പ്ലോട്ട് ആയിട്ടുള്ളത്. അതുമാത്രമല്ല പ്രീവിയസ് ഹൈയിൽ നിന്ന് ബ്രേക്കൗട്ടുകൾ നടന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്കൊരു ബുള്ളിഷ് ആയിട്ടുള്ള സാധ്യതകൾ ബാങ്ക് നിഫ്റ്റിയിൽ നിലനിൽക്കുന്നുണ്ട്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം സപ്പോർട്ട് സോണുകളായിട്ട് ഏകദേശം 27,710 റേഞ്ചുകളാണ് സപ്പോർട്ട് സോണുകളായിട്ട് ബാങ്ക് നിഫ്റ്റിക്ക് നിലനിൽക്കുന്നത്. ഇനി അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട വേറൊന്ന്, മോർഗൻ സ്റ്റാൻലി എന്നൊരു അപ്ഡേറ്റുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവരുടെ ഒരു ടാർഗറ്റൊക്കെ റിവൈസ് ചെയ്തിട്ട് സെൻസെക്സിനെ സംബന്ധിച്ചിടത്തോളം 2021 ഡിസംബർ ആകുമ്പോഴത്തേക്കും സെൻസെക്സ് 50,000 ടച്ച് ചെയ്യും എന്ന രീതിയിലാണ് മോർഗൻ സ്റ്റാൻലി റിവൈസ് ചെയ്തിരിക്കുന്നത് അവരുടെ ടാർഗറ്റൊക്കെ. അപ്പോൾ ഇങ്ങനത്തെ ഒരു വാർത്തകളൊക്കെ തീർച്ചയായിട്ടും മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു മൊമെൻറ്റം നൽകാൻ ഒരു കാരണമായിട്ട് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ന്യൂസുകളൊക്കെ നിങ്ങളൊന്ന് ട്രേഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി അതുപോലെ നമ്മൾ ഇന്നത്തെ ഒരു ഗ്ലോബൽ മാർക്കറ്റ് സിറ്റുവേഷൻസ് വരികയാണെങ്കിൽ US മാർക്കറ്റിൽ ഇന്ന് ഫീച്ചേഴ്സൊക്കെ ഒരു മിക്സഡ് ആയിട്ടുള്ളൊരു ട്രേഡിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഒരു മിക്സഡ് ആയിട്ടുള്ള ഒരു മൂവ് ആയിരിക്കാം US മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷിക്കേണ്ടതായിട്ടുള്ളത്. യൂറോപ്യൻ മാർക്കറ്റിലും ഒരു ഡിക്ലൈൻ ആണ് കാണാനുള്ളത്. ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ട്രേഡിംഗ് രണ്ട് മാർക്കറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഇനി ഏഷ്യൻ മാർക്കറ്റിലും ഒരു മിക്സഡ് ആയിട്ടുള്ള ട്രെൻഡാണ് ഈ ഒരു സമയത്ത് കാണുന്നത്. SGX നിഫ്റ്റി ഒരു നെഗറ്റീവ് ടെറിട്ടറിയിലാണ്, അല്ലെങ്കിൽ ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ട്രേഡിംഗ് ആണ് ഇപ്പോൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് രൂപയുടെ മൂല്യം ഡോളറിന് അഗൻസ്റ്റായിട്ട് ഒരു ഉയർച്ച ഉണ്ടായിരുന്നു. 14 പൈസ ഉയർന്ന് 74.46 ഇന്ന് ട്രേഡ് എൻഡ് ആയിരിക്കുന്നത്. ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ടിവിറ്റിയിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ടിവിറ്റി ഇനിയും അപ്ഡേറ്റ് ആകേണ്ടതുണ്ട്. അപ്ഡേറ്റ് ആയിട്ടില്ല. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു ഡാറ്റ ഒന്ന് ട്രാക്ക് ചെയ്യുക. ഇനി 14-ാം തീയതിയിലത്തെ ഡാറ്റ നോക്കിക്കഴിഞ്ഞാൽ FIIൻ്റെ ഭാഗത്തുനിന്നും DIIൻ്റെ ഭാഗത്തുനിന്നും രണ്ട് ഭാഗത്തുനിന്നും ഒരു നെറ്റായിട്ടുള്ള വിത്ഡ്രോവലാണ് ക്യാഷ് മാർക്കറ്റിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ ഡാറ്റ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് വാച്ച് ചെയ്യുക. ഇനി അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഒരു ഡാറ്റകളെല്ലാം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റിൽ നാളെ ഒരു വലിയൊരു മൂവിനുള്ളൊരു പ്രതീക്ഷകൾ നമുക്ക് ഇപ്പോൾ ഒരു സമയത്ത് കാണുന്നില്ല അപ്സൈഡിലേക്ക്. തീർച്ചയായിട്ടും രാവിലെ SGX നിഫ്റ്റി ഒന്ന് ട്രാക്ക് ചെയ്യുക. നമുക്ക് ഏകദേശം ഇന്ത്യൻ മാർക്കറ്റിൻ്റെ ട്രെൻഡ് അതിൽ നിന്നും ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി അതേപോലെ തന്നെ നമ്മൾ വാച്ച് ചെയ്യുന്ന കുറച്ച് സ്റ്റോക്കുകൾ എടുത്തു കഴിഞ്ഞാൽ അമരരാജ ബാറ്ററീസിനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ദിവസങ്ങളിലായിട്ട് ഒരു കൺസോളിഡേഷൻ മൂഡാണ്, അല്ലെങ്കിൽ ഒരു റേഞ്ച് ബോർഡിലുള്ള ഒരു മൂവാണ് കഴിഞ്ഞ ഒരു 5-6 ദിവസങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്നൊരു ബ്രേക്കൗട്ടുകൾ അപ്പ് സൈഡിലേക്ക് അല്ലെങ്കിൽ ഡൗൺ സൈഡിലേക്ക് ഒരു ബ്രേക്കൗട്ടുകൾ നടന്നു കഴിഞ്ഞാൽ മാത്രമാണ് നമ്മൾക്ക് അടുത്തൊരു ഡയറക്ഷൻ എങ്ങോട്ടേക്കാണ് എന്നുള്ളതൊരു പ്രിൻ്റ് ആവത്തുള്ളൂ. ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു ബുള്ളിഷ് ആയിട്ടുള്ള ഒരു സിഗ്നലാണ് കാണാനുള്ളത്. എന്നിരുന്നാൽ നമുക്ക് ഈ ഒരു റേഞ്ചിനെ ബ്രേക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അടുത്തൊരു ട്രെൻഡ് അമരാജ ബാറ്ററീസിൻ്റെ, അപ്പോൾ നമുക്കൊരു ഈ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ് ട്രെൻഡിനും അതുപോലെ തന്നെ ലോയിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിനുള്ളൊരു സാധ്യതകൾ അമരരാജ ബാറ്ററീസിൽ നിലനിൽക്കുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ അദാനി ഗ്രീൻ എനർജി, ഈ ഒരു സ്റ്റോക്കിൽ നല്ലൊരു ബുള്ളിഷ് സിഗ്നലാണ് കണ്ടുവരുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട്. അതുമാത്രമല്ല അദാനിയുടെ സ്റ്റോക്കുകളെല്ലാം തന്നെ, അദാനി പവർ, അദാനി എൻ്റർടൈൻമെൻറ്റ്, അങ്ങനത്തെ എല്ലാ സ്റ്റോക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് നല്ലൊരു ബുള്ളിഷ് സിഗ്നലിലായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റോക്കുകളെല്ലാം നിങ്ങളൊന്ന് ട്രാക്ക് ചെയ്യുക.
അപ്പോൾ നല്ലൊരു മൂവാണ് ഇവരുടെ എല്ലാ സ്റ്റോക്കുകളിൽ നിന്നും കണ്ടുവരുന്നത്. അപ്പോൾ നല്ലൊരു ഗെയിൻ ഉണ്ടായിരുന്നു ഈ ഒരു സ്റ്റോക്കിൽ നിന്ന്. അപ്പോൾ അദാനി എൻ്റർടൈൻമെൻറ്റ്, അദാനി ഗ്രീൻ എനർജി, അതുപോലെ തന്നെ അദാനിയുടെ എല്ലാ കമ്പനികളുടെയും സ്റ്റോക്കുകൾ നിങ്ങളൊന്ന് ട്രാക്ക് ചെയ്യുക. അപ്പോൾ ഒരു ട്രേഡിങ്ങിനോ അല്ലെങ്കിൽ ചെറിയൊരു പോസിബിലിറ്റി, ഒരു സ്വിംഗ് ട്രേഡിങ്ങിനൊരു പോസിബിലിറ്റി ഒക്കെ നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ ഒരുപക്ഷെ കണ്ടെത്താൻ സാധിക്കുന്നതാണ്. ഇനി അതുപോലെ തന്നെ അപ്പോളോ ടയേഴ്സിൻ്റെ സ്റ്റോക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ബൈയിങ് പ്രഷർ ഈ ഒരു സ്റ്റോക്കിലും കണ്ടുവരുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റോക്കിനെ നിങ്ങളുടെ അനാലിസിസിലേക്ക് കൊണ്ടുവരിക. നമുക്ക് വരും ദിവസങ്ങളിൽ ഏകദേശം 174 മുകളിൽ ഒരു ഓപ്പണിംഗ് കിട്ടിക്കഴിഞ്ഞാൽ അപ്പോളോ ടയേഴ്സിലും ഒരു പോസിബിലിറ്റി നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട വേറൊരു സ്റ്റോക്കാണ് ഐഷർ മോട്ടോഴ്സിൻ്റേത്. അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് നല്ലൊരു ബുള്ളിഷ് മൂവ് ഉണ്ടായിരുന്നു. എന്നിരുന്നാലും ഈ രണ്ട് ദിവസങ്ങളിൽ ഒരു ഡോജി പാറ്റേൺ ആണ് ഫോം ആയിരിക്കുന്നത്. എന്നിരുന്നാലും ആ ഒരു റേഞ്ചിനെ ഹോൾഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു സ്റ്റോക്കിനൊന്ന് ട്രാക്ക് ചെയ്യുക. അപ്പം എക്കണോമിക് ടൈംസിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അടുത്ത മൾട്ടിബാഗർ എന്നൊക്കെയുള്ളൊരു ആർട്ടിക്കിളൊക്കെ ഈ ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം കാണാനുമുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റോക്കിനെ ട്രാക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇനി അതുപോലെ തന്നെ LIC ഹൗസിംഗ് ഫിനാൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരു കൺസോളിഡേഷൻ അല്ലെങ്കിൽ റേഞ്ച് ബോർഡറിലെ സെഷൻസ് ആണ് കഴിഞ്ഞ 3 ദിവസങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ബിയറിഷ് റിവേഴ്സലിന് സിമ്പിൾ കൊടുത്തുവെങ്കിലും പിന്നീട് ആ ഒരു റേഞ്ചിനെ, ഇപ്പോൾ റേഞ്ചിനെ ഹോൾഡ് ചെയ്യാനായിട്ട് LIC ഹൗസിംഗ് ഫിനാൻസ് ശ്രമിക്കുന്നു എന്ന് കാണാനുണ്ട്. അതുപോലെ തന്നെ പവർ ഗ്രിഡിനെ സംബന്ധിച്ചിടത്തോളം പ്രീവിയസ് ഹൈ വരെ പോയതിന് ശേഷം വീണ്ടും ഒരു റിവേഴ്സൽ പോലെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് ഒരു ഡോജി ലൈക്ക് പാറ്റേൺസ് ആണ് ഇപ്പോൾ ഫോം ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒന്ന് ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് നല്ലതായിരിക്കും. ഇനി അതുപോലെ തന്നെ ശ്രീറാം ട്രാൻസ്പോർട്ട് ഫിനാൻസ്, ഈ ഒരു സ്റ്റോക്കിലും ഒരു ബിയറിഷ് സിമ്പിൾസ് ആണ് കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് വീണ്ടും കണ്ടുവരുന്നത്. ഒരു റേഞ്ച് ബോർഡറിൽ സെഷൻസ് ആണ് കഴിഞ്ഞ 5 ദിവസങ്ങളിൽ കണ്ടുവരുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു സ്റ്റോക്കിനെയും ഒന്ന് ട്രാക്ക് ചെയ്യുക. ബ്രേക്കൗട്ടുകൾ നടക്കുന്നതിനെ തുടർന്ന് പ്രോഫിറ്റ് ബുക്കിങ്ങോ അല്ലെങ്കിൽ അടുത്തൊരു എൻട്രി കൊടുക്കുന്നതോ ആയിരിക്കും സേഫായിട്ടുണ്ടാവുക. ഇനി അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട വേറെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീറ്റ് മാപ്പ്. ഇപ്പോൾ നമ്മൾ നിഫ്റ്റിയുടെ ഹീറ്റ് മാപ്പ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിൽ ഡെയിലി ചാർട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത് പോസിറ്റീവ് മൂവിൽ നിൽക്കുന്ന പ്രധാനപ്പെട്ട സ്റ്റോക്കുകൾ ടാറ്റ സ്റ്റീൽ, ടാറ്റ മോട്ടോഴ്സ്, SBI, അദാനി പോർട്സ് ഇങ്ങനെയാണ്. അതുപോലെ തന്നെ വീക്ക്ലി ഇപ്പോൾ നമ്മളൊരു സ്വിംഗ് ട്രേഡിങ്ങിനൊക്കെ പോവുകയാണെങ്കിൽ വീക്ക്ലി ചാർട്ട് അതുപോലെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ വീക്ക്ലി ചാർട്ടിലും ഒരു ബുള്ളിഷ് ആയിട്ടുള്ള ഈ ഒരു വീക്ക് മുഴുവനായിട്ടും ബുള്ളിഷ് ആയിട്ട് നിന്ന സ്റ്റോക്കുകൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവിടെയും ടാറ്റ സ്റ്റീൽ, ടാറ്റ മോട്ടോഴ്സ്, ഏഷ്യർ മോട്ടോഴ്സിനൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ITC, SBI ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ മന്ത്ലി ചാർട്ടിലേക്ക് വരികയാണെങ്കിലും മന്ത്ലി ചാർട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു മന്ത്ലി ചാർട്ടിൽ നമുക്ക് ടാറ്റ സ്റ്റീലിനെയും ടാറ്റ മോട്ടോഴ്സിനെയും ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ഈഷർ മോട്ടോഴ്സ് നിലനിൽക്കുന്നു. അപ്പം നിങ്ങൾ ഈ ഒരു ഹീറ്റ് മാപ്പും നിങ്ങളൊന്ന് ട്രാക്ക് ചെയ്യുക. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഇങ്ങനത്തെ ഒരു കുറച്ച് സ്റ്റോക്കുകൾ പിക്ക് ചെയ്യാനുള്ള ഒരു ഹിൻറ്റുകൾ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അതിൽ നിന്ന് പിക്ക് ചെയ്തതിന് ശേഷം ഇപ്പോൾ നമ്മൾ ലോങ് ടൈമിലൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ കുറച്ച് സ്റ്റോക്കുകളെ പിക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിനെ തുടർന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരു അനാലിസിസ് നടത്തിയതിന് ശേഷം എൻട്രികൾ കൊടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ഹീറ്റ് മാപ്പും ഒന്ന് ട്രാക്ക് ചെയ്യുന്ന കാര്യം ശ്രദ്ധിക്കുക. ഇനി അടുത്തതായിട്ട് നമ്മൾ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളിലേക്ക് പോവുകയാണെങ്കിൽ ആദ്യമേ തന്നെ ആൻ്റണി വേസ്റ്റ് ഹാൻഡ്ലിംഗ് സെൽ അവർ IPO ആയിട്ട് വീണ്ടും വരാൻ പോകുന്നു. ഇതിനു മുമ്പ് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ മാർച്ചിൽ ഇവർ IPO ആയിട്ട് മുമ്പോട്ട് വന്നിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാലും മാർക്കറ്റിൽ നിന്ന് വലിയൊരു റെസ്പോൺസ് കിട്ടാത്തതിനെ തുടർന്ന് അവർ ആ ഒരു IPO വിത്ഡ്രോ ചെയ്യുകയായിരുന്നു. പ്രത്യേകിച്ചും ആ ഒരു കൊറോണയുടെ ഒരു സീസണിലായിരുന്നു ഇവർ IPO ആയിട്ട് വന്നത്. അതേ തുടർന്ന് അവർ വീണ്ടും അത് വിത്ഡ്രോ ചെയ്തു. വീണ്ടും അവരിപ്പം അവരുടെ DRHP ഫയൽ സെബിയായിട്ട് സബ്മിറ്റ് ചെയ്തു. അതിൽ നിന്നും ഒരു അപ്രൂവൽ അവർക്ക് സെബിയുടെ ഭാഗത്ത് നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ DRHP ഫയലൊക്കെ ഒന്ന് ട്രാക്ക് ചെയ്യുക. അപ്പോൾ അതിൽ നിന്ന് ഇവരുടെ ഒരു ഫിനാൻഷ്യൽ സ്റ്റാറ്റസും റെക്കോർഡ്സും അതുപോലെ കമ്പനിയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസൊക്കെ കണ്ടെത്താൻ സാധിക്കുന്നതാണ്. അപ്പോൾ RHP ഫയൽ വരുന്നതിനെ തുടർന്ന് നമുക്ക് ഇവരുടെ ഒരു IPOൻ്റെ ലോട്ട് സൈസും പ്രൈസ് ബാൻഡും എല്ലാം നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു അനാലിസിസ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് നടത്തുന്നത് ശ്രദ്ധിക്കുക. ഇനി അടുത്തതായിട്ട് L&Tയെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 3200 കോടി വർത്ത് ചെയ്യുന്ന ഒരു ഓർഡർ അവർക്ക് വിൻ ചെയ്തതായിട്ട് അറിയിച്ചിട്ടുണ്ടായിരുന്നു. ബ്രഹ്മപുത്ര റിവറിന് മുകളിലൂടെ അവിടെ ഒരു റോഡിൻ്റെ ഒരു കൺസ്ട്രക്ഷനുമായിട്ട്. അപ്പോൾ ഇതവർക്ക് ഒരു പോസിറ്റീവ് ന്യൂസായിട്ട്, ഒരു ബ്രിഡ്ജിൻ്റെ കൺസ്ട്രക്ഷനാണ്, അതൊരു പോസിറ്റീവ് ന്യൂസായിട്ടാണ് കാണാനുള്ളത്. ഇനി അതുപോലെ തന്നെ മഹീന്ദ്രനെ സംബന്ധിച്ചിടത്തോളം തെലങ്കാനയിൽ അവർ K2 ട്രാക്ടറിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ, അതിൻ്റെ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് ആരംഭിക്കുന്നു എന്ന രീതിയിലാണ് കാണിച്ചിരിക്കുന്നത്. ഈ K2 സീരീസിനുള്ള എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു ഫെസിലിറ്റി ആയിരിക്കും എന്നാണ് കാണിച്ചിരിക്കുന്നത്. മാത്രമല്ല ഒരു ഇൻക്രിമെൻ്റലായിട്ട് ഏകദേശം 100 കോടിയുടെ ഇൻവെസ്റ്റ്മെൻറ്റും അതുപോലെ തന്നെ കൂടുതൽ എംപ്ലോയ്മെൻറ്റും കൊണ്ടുവരാൻ സാധിക്കും എന്ന രീതിയിലാണ് അപ്ഡേറ്റുകളിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഡാറ്റ ഇവർക്കും ഒരു പോസിറ്റീവ് ന്യൂസ് ആണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു ഡാറ്റയും ഒന്ന് കൺസിഡർ ചെയ്യുക. ഒരു സ്റ്റോക്ക് നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ. ഇനി അതുപോലെ തന്നെ വോഡാഫോണിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നല്ലൊരു അപ്പ് മൂവ് ഉണ്ടായിരുന്നു. പ്രധാന കാരണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ ഒരു വർഷാവസാനം അല്ലെങ്കിൽ അടുത്ത വർഷത്തോടു കൂടി ഇവരുടെ താരിഫ് ഹൈക്കുകളെല്ലാം കൊണ്ടുവരാൻ പോകുന്നു. പ്ലാനിൻ്റെ പ്രൈസിലുള്ള ഹൈക്കുകളെല്ലാം കൊണ്ടുവരാൻ പോകുന്നു. 15 മുതൽ 20% ഹൈക്ക് കൊണ്ടുവരാൻ പോകുന്നു എന്ന രീതിയിൽ ഒരു അനൗൺസ്മെൻറ്റ് അല്ലെങ്കിൽ ന്യൂസ് അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള മൂവുകളൊക്കെ VI എന്നുള്ളൊരു റീബ്രാൻഡിങ് നടത്തി, അതേ തുടർന്ന് ഇങ്ങനത്തെ കുറച്ച് താരിഫ് ഹൈക്കുകൾ വരാൻ പോകുന്നു,
അപ്പോൾ ഇങ്ങനത്തെ ഒരു ഡാറ്റകളൊക്കെ ഇവരുടെ ഒരു റിസൾട്ടുകളിൽ എങ്ങനെ പ്രതിഫലിക്കുന്നു എന്ന് നിങ്ങളൊന്ന് ട്രാക്ക് ചെയ്യുക. നമുക്ക് അടുത്തൊരു Q3 റിസൾട്ടൊക്കെ എങ്ങനെയാണ് ഇവർക്ക് മെച്ചപ്പെടുന്നുണ്ടോ എന്നുള്ള ഡാറ്റ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ ഒരു സ്റ്റോക്കിനെ പറ്റി ഏകദേശം നമുക്ക് അടുത്തൊരു ഐഡിയ കണ്ടെത്താൻ സാധിക്കുന്നതായിരിക്കും. ഇനി അതേപോലെ തന്നെ ടാറ്റ സ്റ്റീലിനെ സംബന്ധിച്ചിടത്തോളം ഇവർ Q2 റിസൾട്ട്സ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു നവംബർ 13 തീയതി. 60% ഡിക്ലൈനാണ് നെറ്റ് പ്രോഫിറ്റിൽ ഉണ്ടായിരിക്കുന്നത്. അവർക്ക് ടോട്ടൽ റവന്യൂവിൽ ഒരു വർധനവ് അവർക്ക് ഉണ്ടായിട്ടുണ്ട്. അതുമാത്രമല്ല ഇന്ന് ഈ ഒരു സ്റ്റോക്ക് നല്ലൊരു അപ്പ് മൂവ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. നിഫ്റ്റിയിലെ ഒരു നല്ലൊരു പെർഫോമിംഗ് സ്റ്റോക്കായിരുന്നു. അപ്പോൾ അതിനുള്ള കാരണങ്ങളായിട്ട് പറയുന്നത് അവർ ടാറ്റ സ്റ്റീൽ UK അതുപോലെ തന്നെ ടാറ്റ സ്റ്റീൽ നെതർലാൻഡ് ഇത് രണ്ടിൻ്റെ ഒരു സെപ്പറേഷൻ നടത്താനുള്ള ഒരു പ്രോസസ്സ് ഇനിഷ്യേറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇൻഡിപെൻഡൻറ്റ് ഐഡൻറ്റിറ്റി ആയിട്ട് ഇനി അത് പ്രവർത്തിക്കും എന്ന രീതിയിലുള്ള ന്യൂസ് അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. ഇനി അടുത്തായിട്ട് റിലയൻസിനെ സംബന്ധിച്ചിടത്തോളം റിലയൻസിൻ്റെ സബ്സിഡറി റിലയൻസ് റീറ്റെയിൽ വെഞ്ചേഴ്സ് അർബൻ ലാഡർ ഹോം ഡെക്കറേഷൻ സൊല്യൂഷൻ അതിൽ ഏകദേശം 96% സ്റ്റേക്ക് വാങ്ങിയതായിട്ടൊരു ന്യൂസ് അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് റിലയൻസിൻ്റെ ഒരു പോസിറ്റീവ് ന്യൂസായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഇനി അതേപോലെ തന്നെ ഇന്ത്യയുടെ എക്സ്പോർട്സിൽ നോക്കിക്കഴിഞ്ഞാൽ ഒക്ടോബറിൽ 5.12% ഡിക്ലൈൻ വന്നു എന്ന രീതിയിൽ കാണിച്ചിരിക്കുന്നു. പ്രധാനമായിട്ടും ജെംസ്, ജ്വല്ലറി, ലെതർ, എഞ്ചിനീയറിംഗ് ഗുഡ്സ് ഈ ഒരു പ്രൊഡക്റ്റുകളുടെ എല്ലാം അതുപോലെ തന്നെ പെട്രോളിയം പ്രൊഡക്റ്റിൻ്റെ ഒക്കെ എക്സ്പോർട്സിൽ 5% ഒരു ഡിക്ലൈൻ വന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇമ്പോർട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ അതിലും 11.5% ഒരു ഡിക്ലൈൻ വന്നതായിട്ടും അപ്ഡേറ്റുകളിൽ പറയുന്നു. ഇനി അടുത്തതായിട്ട് എംബസി ഓഫീസ് പാർക്കിനെ സംബന്ധിച്ചിടത്തോളം അവർ എംബസി ടെക് വില്ലേജിനെ അക്വയർ ചെയ്യാൻ പോകുന്നു എന്നൊരു ന്യൂസ് അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഏകദേശം 84 ഏക്കർ വരുന്ന ഒരു യൂണിറ്റ് ഇത് പാർക്കിനാണ് അക്വയർ ചെയ്യാൻ പോകുന്നതായിട്ട് കാണിച്ചിരിക്കുന്നത്. ഇനി ഇതൊക്കെയാണ് ഇത് പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു സ്റ്റോക്കുകളെല്ലാം നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു അനാലിസിസ് നടത്തുക. തീർച്ചയായിട്ടും ഈ ഒരു ഹീറ്റ് മാപ്പ് ഡാറ്റയും എല്ലാം തന്നെ നിങ്ങളുടെ ഭാഗത്തു നിന്നും ഒരു അനാലിസിസ് നടത്തുക. അതുപോലെ തന്നെ വരുന്ന ദിവസങ്ങളിൽ കുറച്ച് കമ്പനികളുടെ ഡിവിഡൻഡുകളും വരുന്നുണ്ട്. അപ്പം ഒരു NSEൻ്റെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ ഒരു ഡാറ്റകളും കണ്ടെത്താൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ അനാലിസിസിലൂടെ കണ്ടെത്തുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് വഴിയായിട്ടൊക്കെ ഷെയർ ചെയ്യുന്നതായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും അറിയിക്കുക. പുതിയ വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. ദിസ് ഈസ് ടോണി സൈനിങ് ഓഫ്.